ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ മാസ്ക് വെയർ ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷനാണ് ഉണ്ടാവാറ്. എൻ്റേത് ഓയിലി സ്കിന്നാണ്, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന കൂട്ടത്തിലും കൂടി ആകുമ്പോൾ ഈ ഒരു മാസ്കും കൂടെ വെയർ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരുന്നുണ്ട്. സ്പെഷ്യലി ഈ ഒരു മാസ്ക് വെയർ ചെയ്ത് നിൽക്കുന്ന അത്രയും പോർഷനിലാണ് പെട്ടെന്ന് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ ഡെയിലി എന്തെങ്കിലും ഒരു DIYs സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ പിമ്പിൾസ് കുറയുന്നുണ്ട്, പക്ഷേ അത് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. നമ്മുടെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ ഗ്ലൂട്ടാതയോൺ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഗ്ലൂട്ടാതയോൺ എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്താണ് ഗ്ലൂട്ടാതയോൺ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിനകത്ത് ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ. അപ്പം ഈ ഒരു ഗ്ലൂട്ടാതയോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ വന്നിട്ട് ഡീടോക്സിഫൈ ചെയ്യുക, നമ്മുടെ ബോഡിയിൽ ഡീടോക്സിഫൈ ചെയ്യുക, ടിഷ്യൂ റിപ്പയറിംഗ് ആണ് മെയിൻലി ചെയ്തു വരുന്നത്. അതിന് പുറമേ തന്നെ ഇപ്പോൾ ഒരുപാടധികം ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഈ ഒരു ഗ്ലൂട്ടാതയോൺ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ക്രീമിൻ്റെ ഫോമിലാണെങ്കിലും അങ്ങനെ മറ്റു പല രീതിയിലും ഗ്ലൂട്ടാതയോൺ ഇപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് 3 രീതിയിൽ ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ഇഞ്ചക്ഷൻ ഫോമിൽ, പിന്നെ ഒന്ന് മസിൽസിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുക. ഇഞ്ചക്ഷൻ ഫോമിലുള്ളത് വെയിനിലോട്ടാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് IV ആയിട്ട്. പിന്നെ ഇൻട്രാമസ്ക്യുലാറായിട്ട് നമ്മൾ വാക്സിനൊക്കെ അടിക്കുന്നത് പോലെ മസിലിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഈ സെലിബ്രിറ്റീസിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്കിന്നിലുള്ള ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒബ്വിയസ്ലി അവർ വേറെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളെപ്പോലുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലൂട്ടാതയോൺ. ഇത് മെയിൻലി എഫർവെസൻറ്റ് ടാബ്ലറ്റ് ഫോമിലാണ് ഓറലി വരുന്ന ഗ്ലൂട്ടാതയോൺ വരുന്നത്. എനിക്ക് തോന്നുന്നു ഗമ്മീസ് പ്ലസ് നോർമൽ ടാബ്ലറ്റ് ഫോംസിലൊക്കെ അവൈലബിൾ ആണ് എന്ന് തോന്നുന്നു. പക്ഷെ കൂടുതലും നമുക്ക് റിസൾട്ട് തരുന്നത് എഫർവെസൻറ്റ് ടാബ്ലറ്റ് ഫോമിൽ വരുന്ന ഗ്ലൂട്ടാതയോൺ ആണ് കേട്ടോ. പിന്നെ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സും തരുന്നതായിരിക്കും. ഈ ഓറലി നമ്മൾ എടുക്കുന്ന ഗ്ലൂട്ടാതയോൺ ഡെയിലി നമ്മൾ ഒരു ടാബ്ലറ്റ് വെച്ച് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ് ടു 500 mg ഡോസ് വരെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാതയോൺ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പാക്കേജിങ്ങിനകത്ത് നമുക്ക് 20 എഫർവെസൻറ്റ് ടാബ്ലറ്റ്സ് ആണ് കിട്ടുന്നത്. ഇതിലുള്ളത് ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ പ്ലസ് വൈറ്റമിൻ C ആണ് കേട്ടോ. മറ്റുള്ള ഗ്ലൂട്ടാതയോണിനെ അപേക്ഷിച്ചിട്ട് ജാപ്പനീസ് ഗ്ലൂട്ടാതയോണിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. പിന്നെ ഈ ഒരു പാക്കേജിങ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ടാബ്ലറ്റിൻ്റെ ആ ഒരു ഫോം കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഫോമിലാണ് ആ ടാബ്ലറ്റ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്രോക്സിമേറ്റ്ലി 250 ml വെള്ളത്തിൽ വേണം നമ്മളിത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരിക്കലും ഇത് എടുക്കരുത്. എന്തെങ്കിലും മീൽസ് കഴിച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. പ്രോഡക്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 250 ml വെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു എഫർവെസൻറ്റ് ടാബ്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ഫിസ് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ കണ്ടില്ലേ, അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കും അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയതിനു ശേഷം മാത്രം നമ്മളിത് കുടിക്കുക. അപ്പോൾ ഇത് ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം.
എഫവസൻ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് കംപ്ലീറ്റ്ലി വെള്ളത്തിൽ ഡിസോൾവ് ആയതിനു ശേഷം മാത്രം ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് കറക്റ്റ് ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിമ്പിൾസിൽ എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിമ്പിൾസ് എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട്, പക്ഷേ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് എനിക്ക് ചെറുതായിട്ടൊന്ന് കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരു പ്രോപ്പർ റിസൾട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 വീക്സ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ചെറിയൊരു ഗ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫേസിൽ. അതെനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മളുടെ ആ ഒരു ടാബ്ലറ്റ് കംപ്ലീറ്റ് ഇതിലോട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കുടിക്കാം കേട്ടോ. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്ലേവർ വന്നിട്ട്. ഇതിൽ വരുന്നത് സ്ട്രോബെറി ലെമൺ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും വരുന്ന ഒരു ഫ്ലേവറിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുടിക്കുമ്പോഴത്തേക്കും യാതൊരു പ്രോബ്ലവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ടാബ്ലറ്റ് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ ഭക്ഷണത്തിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അത് മറന്നു പോവരുത്, അത് നിർബന്ധമാണ്. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടും കുറച്ച് ഗ്ലോ ഒക്കെ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പ്രഗ്നൻറ്റ് ലേഡീസിന് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് വെളുത്തിട്ട് പാറാൻ പറ്റും എന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള VBM10 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്കും നമ്മുടെ കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.